ആരോഗ്യമേഖലയെ രൂക്ഷമായി വിമർശിച്ച ജി സുധാകരൻ ആരോഗ്യമേഖലയിൽ നമ്പർ 1 എന്ന് മാത്രം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. പാവപ്പെട്ടവർ ഇപ്പോഴും ദുരിതം നേരിടുന്നു. സർക്കാരിന്റെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് പാവപ്പെട്ടവന് പ്രയോജനമില്ലെന്നും ജി സുധാകരൻ. കേരളം സാക്ഷരത മുൻപന്തിയിലാണ്. സാമൂഹ്യമായി ഒരുപാട് മുന്നേറിയെങ്കിലും നമ്മുടെ ആരോഗ്യമേഖല സാമ്പത്തികാധിഷ്ഠിതമായി മാറി, മനുഷ്യാധിഷ്ഠിതമല്ലാതെയായി. കാശുണ്ടാക്കുക, എവിടെ നോക്കിയാലും ആശുപത്രിയാണ്. ഏറ്റവും വലിയ വ്യവസായ ഇൻഡസ്ട്രി കേരളത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ, എല്ലായിടത്തും ആശുപത്രിയാണ്. മത്സരമാണ് ആശുപത്രികൾ തമ്മിൽ. നമ്പർ വൺ പറഞ്ഞു കിടക്കുന്നവർക്ക് ഇതുപോലും അറിയുമോ? ആൾക്കാർക്ക് നമ്പർ 1 നമ്പർ 3 ഒന്നും ഒരു പ്രശ്നമല്ല. കാര്യങ്ങൾ അവിടെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിവരങ്ങളുമായി ദേവൻ MP ആണ് നമുക്കൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന്. ദേവൻ, കേരളം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെ തന്നെയാണ് വിമർശനം. ബിനിൽ, ഇന്ന് ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് IMA ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷനും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലായിരുന്നു ജി സുധാകരൻ ഉദ്ഘാടകനായി എത്തിയത്. ഈ വേദിയിൽ വെച്ചായിരുന്നു ജി സുധാകരൻ ആരോഗ്യ മേഖലയെ പറ്റി ഒരു രൂക്ഷമായൊരു വിമർശനം ഇന്നിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ജി സുധാകരൻ ഉദാഹരണമായി എടുത്തത് കായംകുളം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി ജി സുധാകരനെ നേരിട്ട് ബന്ധപ്പെടുകയും അവിടെ ഒരു കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി ഒരു ടെസ്റ്റിനായി അപേക്ഷിക്കുകയും അതിന് കാലതാമസം നേരിടുന്ന ഒരു സാഹചര്യമെല്ലാം വിശദീകരിക്കുകയുണ്ടായി. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജി സുധാകരൻ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവന് ഇപ്പോഴും ഇവിടെ ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പോലും കേരളം നമ്പർ 1 എന്ന രീതിയിൽ എല്ലായിടത്തും നമ്മൾ പറയുന്നു. സ്വയം പുകഴ്ത്തൽ മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ നടക്കുന്നത്. നമ്മളെപ്പറ്റി പറയേണ്ടത് നമ്മളല്ല, മറ്റുള്ളവരാണ് കേരളം നമ്പർ 1 എന്ന് പറയേണ്ടത്. അത് നമ്മൾ തന്നെ ഏറ്റുപറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് സുധാകരൻ എടുത്തു പറഞ്ഞത്. മാത്രമല്ല, ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യവും സാധാരണക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. പല ടെസ്റ്റുകളും പരിശോധനയ്ക്കായി അയക്കുമ്പോൾ അതിന് കാലതാമസം നേരിടുന്നു. മാത്രമല്ല, നിശ്ചിത എണ്ണം ടെസ്റ്റുകൾ അവിടെ ലഭിച്ചാൽ മാത്രമേ ഈ ടെസ്റ്റുകൾ നടത്തുകയുള്ളൂ എന്ന തരത്തിലുള്ള മറുപടിയൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഈ രോഗികൾ നേരിടുന്ന കാര്യമെല്ലാം ജി സുധാകരൻ വിശദീകരിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ അടുത്തിടെ സംഭവിച്ച MBA പരീക്ഷാ പേപ്പർ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യവും ജി സുധാകരൻ എടുത്തു പറയുകയുണ്ടായി. ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ നേരിടുന്നത്. അധ്യാപകനെതിരെ ഇതുവരെയും ഒരു നടപടി എടുത്തിട്ടില്ല, അതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല, മാധ്യമങ്ങൾ പോലും അതിനെതിരെ മുഖപ്രസംഗം എഴുതുന്നില്ല. തരത്തിലുള്ള എല്ലാ മേഖലയും വിമർശിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രതികരണമാണ് ജി സുധാകരൻ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി യുപ്രതിഭ MLA മകനെതിരെയുള്ള കഞ്ചാവ് കേസിലും ആ ഒരു പരാമർശമുണ്ടായി. സജി ചെറിയാൻ എതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ അത്തരത്തിൽ തൻ്റെ പരാമർശങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പലരും അതിനെ സമീപിച്ചതെന്നുള്ള കാര്യം ജി സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യുപ്രതിഭ MLA വീട്ടിലെത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മകൻ കുറ്റവാളിയല്ല എന്നുള്ള കാര്യം തനിക്കും വ്യക്തിപരമായി ബോധ്യമുള്ളതാണെന്നുള്ള കാര്യവും ജി സുധാകരൻ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വ്യാവസായിക മേഖലയിലും ആലപ്പുഴയിൽ TV തോമസിന് ശേഷം കാര്യമായ പുരോഗതികൾ വ്യാവസായിക മേഖലയിലും ജില്ലയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും എല്ലാം തന്നെ തുടരെ ആവർത്തിക്കുമ്പോഴും അതിലെല്ലാം മേന്മ അല്ലെങ്കിൽ നമ്പർ 1 ആണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും വ്യക്തമാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് പാവപ്പെട്ടവന് പ്രയോജനമൊന്നുമില്ല, നമ്പർ 1 ആണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല, നമ്പർ 1 ആണെന്ന് തെളിയിക്കണം എന്ന് വിമർശിക്കുകയാണ് ജി സുധാകരൻ. ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിമർശനം.